64ാമത് സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം മോണോ ആക്ടിൽ പോലീസുകാരനായ അച്ഛൻ ചിട്ടപ്പെടുത്തിയ മോണോ ആക്ട് വേദിയിൽ അവതരിപ്പിച്ച് എ ഗ്രേഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് 10ാം ക്ലാസ്സുകാരനായ ദ്രൗപദ്. യുദ്ധം നശിപ്പിക്കുന്ന ബാല്യം എന്ന വിഷയമാണ് കാസർഗോഡ് നിന്നെത്തിയ ദ്രൗപദ് അരങ്ങിൽ വിസ്മയമാക്കിയത്. വേദിയിൽ മോണോ ആക്ടിൽ നിന്ന് നമുക്ക് ഒരു ചുണക്കുട്ടിയെ കിട്ടുന്നുണ്ട്. കാസർഗോഡ് സ്വദേശിയാണ് ദ്രൗപദ് അല്ലേ? നമസ്കാരം. നമസ്കാരം. എത്രാമത്തെ തവണയാണ് ഈ ഒരു കേരള സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്? രണ്ടാം തവണ. രണ്ട് തവണയും മോണോ ആക്ട് തന്നെയായിരുന്നു. മോണോ ആക്ട് തന്നെ. മുമ്പ് ഏത് വർഷമായിരുന്നു? മുൻപ് 8ാം ക്ലാസ് 2023. ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ്. ഇപ്പോൾ യുദ്ധമാണ് വിഷയമായി തിരഞ്ഞെടുത്തത്. എന്താണ് ആ ഒരു സബ്ജക്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? അതൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ആ ഒരൊറ്റ കാര്യത്തിലാണ് എല്ലാ കുട്ടികളും മരണനിരക്ക് കൂടുന്നത്. കാരണം ഓരോ പ്രദേശങ്ങളിലും ഓരോ ആൾക്കാർ തങ്ങളുടെ ശത്രുതയ്ക്ക് വേണ്ടിയിട്ട് യുദ്ധം നടത്തും. ആ ടൈമിന് ഓരോ ജീവനുകളാണ് നഷ്ടപ്പെടുന്നത്. അതിനെതിരെ ഒരു വലിയൊരു സന്ദേശം നൽകാനായിരുന്നു ഞാനിത് കളിച്ചിരുന്നു. ഈ ഒരു ആശയം അത് ആരെങ്കിലും പറഞ്ഞു തന്നാണോ അല്ലെങ്കിൽ ഇതൊരു സ്ക്രിപ്റ്റാക്കി തന്ന ആരായിരുന്നു? അച്ഛനാണ് എൻ്റെ. അപ്പോൾ ഇത് യുദ്ധം തന്നെ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിച്ചിരുന്നാണോ അതോ ഈ സ്ക്രിപ്റ്റിലേക്ക് എത്തുകയായിരുന്നു? എന്തായിരുന്നു? അങ്ങനെയല്ല, യുദ്ധം തന്നെയായിരുന്നു തീരുമാനത്തിൽ എത്തിയത്. യുദ്ധത്തിലേക്ക് തന്നെയായിരുന്നു. അതിനു മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല, യുദ്ധം തന്നെയായിരുന്നു മെയിൻ വിഷയം. എൻ്റെ പേര് രാമകൃഷ്ണൻ എന്നാണ്. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ സബ് ഇൻസ്പെക്ടറാണ്. കാസർഗോഡ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൻ്റെ ആശയം മോനിലേക്ക് എത്തിച്ചത് അച്ഛനാണെന്ന് പറഞ്ഞു. എത്ര നാളുകൊണ്ട് പരിശീലനം നടത്തി? എത്ര നാളുണ്ട് ഈ സ്റ്റൈലിലേക്ക് എത്താനായിട്ട്? അല്ല, പരിശീലനം അങ്ങനെ ഒരുപാട് സമയം കിട്ടില്ല. കാരണം എനിക്ക് ഒരുപാട് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. രാത്രിയുള്ള സമയം എപ്പോഴെങ്കിലും മിച്ചം കിട്ടുന്ന സമയം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും സമയം എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ജില്ലയിൽ കിട്ടിയ ശേഷം പിന്നെ ഒരു ദിവസം മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതിനപ്പം പറ്റിയില്ല, നേരെ ഇങ്ങോട്ട് വന്നാണ്. മറ്റൊന്ന് ഞാൻ കണ്ടത് ഇതിനകത്ത് ഭാഷകൾ തമിഴ്, ഹിന്ദി അങ്ങനെയുള്ള പല ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ സ്ക്രിപ്റ്റിങ്ങിലെല്ലാം ഈ ഒരു ആശയം മനസ്സിലുള്ളതുകൊണ്ട് എഴുതിയതാണോ? അങ്ങനെയാണ്? അല്ല, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പൊതുവേ കാലങ്ങളായിട്ട് എൻ്റെ മക്കളെ ഞാൻ എന്നെ പഠിപ്പിക്കാറ്, മറ്റേത് ഏൽപ്പിക്കാറില്ല. അപ്പോൾ ഇവൻ്റെ ജ്യേഷ്ഠനും സ്റ്റേറ്റിലെത്തിയതാണ്, ഇവനും 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എത്തിയതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം പറ്റിയില്ല എന്ന് വേറൊരു നിങ്ങൾ വിധിയായിരിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഹിന്ദിയും തമിഴൊക്കെ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയൊക്കെ തയ്യാറാക്കുന്നതാണ്. എനിക്കറിയുന്ന ഭാഷയിലും മറ്റു കാര്യങ്ങളും ചെയ്യുന്നതാണ്. പിന്നെ ഈ ഹിന്ദിയൊക്കെ പറയാൻ അത്യാവശ്യം എൻ്റെ അടുത്തൊരു മാഷുണ്ട്. ആ മാഷി ഒന്ന് സഹായം തേടാറുണ്ട്. ഇപ്പോൾ പോലീസിലാണെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ യുദ്ധത്തിൽ ബാധിതരാകുന്നത് എന്നുള്ളൊരു ആശയമാണ് പറഞ്ഞു വയ്ക്കുന്നത്. അത് വളരെ വലിയൊരു ആശയമാണ്. ഏത് യുദ്ധമായാലും അത് കുട്ടികളാണെന്നുള്ള. അപ്പോൾ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ സർവീസ് എന്ന് പറയുന്ന ഒരു മേഖലയുമായി കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. എന്താണ് പറയാനുള്ളത് ഈ ഒരു ആശയം ജനങ്ങളിലേക്ക്? അല്ല, ഞാൻ സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ്റെ കാസർഗോഡ് ജില്ലയിലെ കോർഡിനേറ്റർ കൂടിയാണ്. ഞാൻ ഒരുപാട് കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട്, ദിവസവും കുട്ടികളുമായിട്ട് സംവദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ പറയുന്ന പല അഭിപ്രായങ്ങളുണ്ട്. ഇതുമായൊക്കെ ബന്ധപ്പെട്ട് അവർ കഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ നമ്മളോട് പറയും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴും പിന്നെ വാർത്തകൾ, ചാനലുകൾ കാണുന്നത്, പിന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത്, ഇതൊക്കെ നമ്മൾ പരമാവധി സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾ ആണ് ഇതിൻ്റെ ഇരകളെന്നും സ്ത്രീകളാണ് ഇരകളെന്നും പിന്നെ പ്രായമുള്ളവരാണ് ഇരകളെന്നൊക്കെ കാണുന്നതും അത് അറിയിക്കണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു മോണാക്ട് തയ്യാറാക്കിയത്. ഏതായാലും വളരെ മികച്ച ആവിഷ്കാരങ്ങളാണ് വേദിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മോണാക്ടിനെ വിഷയങ്ങളായി എത്തുന്ന ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ വ്യത്യസ്തങ്ങളായ ആശയങ്ങളാണ്. സമൂഹത്തിൽ സമകാലിക സാഹചര്യങ്ങളിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളും അത്രത്തോളം പ്രസക്തിയോടുകൂടി തന്നെ, അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കുട്ടികൾ വേദിയിലേക്ക് എത്തിക്കുന്നതും. ക്യാമറ പേഴ്സൺ അനുവിനൊപ്പം കുഞ്ചു മുരളി, കേരള കൗമുദി.